ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധമായിരിക്കുന്ന മതസൗഹാർദ്ദത്തിൻ്റെ ഈറ്റില്ലം എന്നറിയപ്പെടുന്ന ഈ പടനിലം ദേശത്ത് എന്നും ആശ്വാസമായി നിൽക്കുന്ന രണ്ട് ആലയങ്ങളാണ് പടനിലം സെൻറ് തോമസ് ഇടവകയും അതുപോലെ തന്നെ പരബ്രഹ്മ ക്ഷേത്രവും. ഈ ക്ഷേത്രത്തിൻ്റെ ഉത്സവവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കരകൂടൽ ചടങ്ങ് ഈ ദേവാലയത്തിൽ നിന്നുള്ള എണ്ണ പകർന്നാണ് അവർ ആചരിക്കുന്നത്. വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഈ ചടങ്ങ് ഈ ദേവാലയത്തിൽ ആരംഭിക്കുകയും അത് മതസൗഹാർദ്ദത്തിൻ്റെ ഒരു ഈറ്റില്ലമായിട്ട് മാറുകയും ചെയ്തു. പ്രത്യേകിച്ച് ഇന്നത്തെ സമൂഹങ്ങൾ നമ്മളെടുത്താൽ വളരെ കലുഷിതമായിരിക്കുന്ന ഒരു ലോകമാണ് കാണുന്നത്. അവിടെ നാനാജാതി മതസ്ഥർ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഒരു ഉത്സവങ്ങളായാലും പള്ളിയുടെ പെരുന്നാളായാലും ഇരു സംവിധാനങ്ങളും ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് മതങ്ങൾ തമ്മിലുള്ള സ്നേഹം ആണ്, ജനങ്ങൾ തമ്മിലുള്ള സ്നേഹമാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത്. ഇവിടെ നമ്മൾ ഇവിടെ കാണുന്നത് പ്രത്യേകിച്ച് കരകൂടലുമായിട്ട് ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് എണ്ണ പകരുന്ന ഒരു അവസരം ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ അവരെയൊക്കെ നമ്മൾ എല്ലാവിധമായ രീതിയിലും നമ്മൾ സ്വീകരിക്കുന്ന ഒരു ചടങ്ങുകളൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. അങ്ങനെ വർഷങ്ങളായിട്ട് ഈ നടക്കുന്ന ഈ പ്രോഗ്രാം ദൈവസന്നിധിയിൽ മതങ്ങൾ തമ്മിലുള്ള വലിയ ഒരു കൂടിച്ചേരലായിട്ടാണ് നടക്കുന്നത് എന്ന് ഇതിനാൽ ഓർമ്മിപ്പിക്കുന്നു. ചരിത്രപ്രസിദ്ധമായ കരകൂടൽ ചടങ്ങ് പരബ്രഹ്മ ക്ഷേത്രത്തിൽ നിന്നും വന്നിരിക്കുന്ന 18 കരക്കാരുടെയും കൂടിയുള്ള കരകൂടൽ ചടങ്ങ് സെൻറ് തോമസ് ഓർത്തഡോക്സ് ചർച്ചിൻ്റെ അങ്കണത്തിലെത്തിയിരിക്കുകയാണ്. അവരെ സ്വീകരിക്കുന്നതിനായിട്ട് ബഹുമാനപ്പെട്ട വികാരി ശ്രീ റവറൻഡ് ഫാദർ മിഥുൻ വർഗീസ് ചാക്കോയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ആദ്യമായി ഇതിൻ്റെ പ്രസിഡന്റ്, ക്ഷേത്രഭരണസമിതി പ്രസിഡന്റ് ശ്രീ രാധാകൃഷ്ണൻ രാധാലയത്തിന് പൊന്നാടി അണിയിച്ചുകൊണ്ട് എല്ലാവരുടെ അനുവാദത്തോട് സ്വീകരിക്കുകയാണ്. അടുത്തതായി ഭരണസമിതി സെക്രട്ടറി ശ്രീ രമേശ് ആദരണീയനായ വികാരി നിങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതായിരുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. വളരെ കാലങ്ങൾ കൊണ്ട് നടക്കുന്ന ഈ കരകൂടൽ ചടങ്ങ് നൂറനാട് പടനിലം സെൻറ് തോമസ് ഇടവകയുടെ ഈ അങ്കണത്തിലേക്ക് ഇപ്പോൾ കടന്നു വന്നിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ സമയത്ത് നമുക്ക് മനസ്സിലേക്ക് കടന്നു വരുന്ന ഒരു ചിന്ത എന്ന് പറയുന്നത്, ഇന്ന് ഈ ലോകം നാം ഒന്ന് ശ്രദ്ധിക്കുമ്പോൾ വളരെ കലുഷിതമായ രീതിയിൽ മുൻപോട്ട് പോകുന്ന സമയങ്ങളാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. പക്ഷേ ഈ ദേശം മതവിശ്വാസികൾ, നാനാജാതി മതവിശ്വാസികൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ദൈവത്തെ എങ്ങനെ മൗക്തീകരിക്കാം എന്നുള്ള ഒരു ദൃഷ്ടാന്തമാണ് ഇവിടെ കാണിക്കുന്നത്. 18 കരകൾ ചേർന്നുകൊണ്ട് ഇവിടെ കടന്നു വരുമ്പോൾ അതിനാവശ്യമായ എണ്ണ ഇവിടെ നിന്ന് പകർന്നു കൊടുക്കുക എന്നുള്ളത് വളരെ വർഷങ്ങൾ കൊണ്ട് നടക്കുന്ന ഒരു ചടങ്ങാണ്. ആ ചടങ്ങിന് മുടക്കം കൂടാതെ മുൻപോട്ട് പോകുവാൻ ഈ രണ്ട് മതവിഭാഗങ്ങളും അതിൽ സംയുക്തമായിട്ട് സഹകരിക്കുന്നു. അതുതന്നെയാണ് ഈ ദേശത്തിൻ്റെ ഒരു അനുഗ്രഹം എന്ന് പറയുന്നത്. വിശുദ്ധനായിരിക്കുന്ന മാർത്തോമാ ശ്ലീഹായുടെയും അതുപോലെ തന്നെ പരബ്രഹ്മത്തിൻ്റെയും ഒക്കെ വലിയ ഒരു തുണയും താങ്ങലും ഈ ദേശത്തിന് എന്നും ഉണ്ടാകുന്നുണ്ട്. ഇന്ന് നമുക്കറിയാം വലിയ മഴയുടെയൊക്കെ സാഹചര്യങ്ങൾ നമ്മുടെ ഈ ദേശത്ത് ഉണ്ടായിരുന്നെങ്കിലും അതൊക്കെ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമായിട്ടാണ് നാം കാണേണ്ടത്. കാരണം ഇങ്ങനെയുള്ള ചടങ്ങുകളൊക്കെ നടക്കുമ്പോൾ അത് എത്രയും മനോഹരമായിട്ട് മാറ്റാമോ അത്രയും മനോഹരമായിട്ട് മാറ്റുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെയും നമ്മുടെയൊക്കെ ആഗ്രഹം.
18 കരകളുടെയും നാഥനായ നൂർനാട് പരമനം പരബ്രഹ്മ പരബ്രഹ്മമൂർത്തിയുടെ തിരുസന്നിധിയിൽ വൃശ്ചികം 1 തൊട്ട് 12 വരെ നടക്കുന്ന മഹോത്സവത്തിന് ഇന്നലെ നവംബർ 15 വൈകിട്ട് വടക്കടത്തുകാവ് ദേവീക്ഷേത്രത്തിൽ നിന്നും ആനയിച്ച വാളും പീഠവും തിരുസന്നിധിയിൽ സമർപ്പിച്ചതിന് ശേഷം ഇന്ന് ചരിത്രപ്രസിദ്ധമായ കരകൂടലാണ് നടക്കുന്നത്. തെക്കും വടക്കും നിന്നുള്ള കരനാഥന്മാർ ഒത്തൊരുമിച്ച് ഭഗവാന്റെ തിരുസന്നിധിയിൽ എത്തിച്ചേരുമ്പോൾ ഇന്ന് ഈ ദേവാലയത്തിൽ നിന്നും നൽകുന്ന കാലാകാലങ്ങളായി നൽകുന്ന ഈ എണ്ണ അവിടുത്തെ ഭദ്രദീപത്തിൽ പിഴിച്ചതിന് ശേഷമാണ് ചടങ്ങുകൾക്ക് തുടക്കം കുറിക്കുന്നത്. ഈ ദേവാലയത്തിലെ വികാരിയും അതോടൊപ്പം തന്നെ ട്രസ്റ്റിയും സെക്രട്ടറിയും ഈ ദേവാലയത്തിലെ വിശ്വാസികളും നൽകിയ ഈ എണ്ണ പരബ്രഹ്മമൂർത്തിയുടെ തിരുസന്നിധിയിൽ എത്തിച്ച് ആ ദീപം തെളിയിക്കുന്നു. നൂറാടിൻ്റെ മഹത്വം എന്ന് പറയുന്നത് മതസൗഹാർദ്ദത്തിൻ്റെ പ്രതീകമായ പടനിലം പരബ്രഹ്മക്ഷേത്രവും ഈ ദേവാലയവുമൊക്കെയാണ്. ഒരമ്മ പെറ്റ മക്കളെപ്പോലെ, ഏകോദര സഹോദരങ്ങളെപ്പോലെ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയുമൊക്കെ നൂറാടിൻ്റെ മണ്ണിൽ ഒരേ സ്വരത്തിൽ നൂറാടിൻ്റെ മഹത്വം വിളിച്ചോതുമ്പോൾ തീർച്ചയായും നമുക്ക് അഭിമാനിക്കാം. നമ്മളെല്ലാവരും ഈ ഭക്തി സാന്ദ്രമായ അന്തരീക്ഷത്തിൽ ഒത്തുചേരുന്നവരാണ് എന്ന് നമുക്കറിയാം. എക്കാലവും ഈ മതസൗഹാർദ്ദം നിലനിൽക്കട്ടെ എന്ന് പരബ്രഹ്മമൂർത്തിയുടെയും ഈ ദേവാലയത്തിലെ ചൈതന്യത്തിൻ്റെയും മുന്നിൽ സാക്ഷി നിർത്തിക്കൊണ്ട് നമ്മൾക്ക് ഇന്ന് ഈ വൃശ്ചിക മഹോത്സവത്തിന് തുടക്കം കുറിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. മതസൗഹാർദ്ദത്തിൻ്റെ ഏറ്റവും ഉത്തമ ഉദാഹരണം കൂടിയാണ് ഈ ചടങ്ങ്. ഈ ചടങ്ങിൽ പങ്കെടുത്ത മുഴുവൻ പേർക്കും ഒപ്പം നമ്മുടെ ഇവിടെ സ്വീകരിച്ച ദേവാലയത്തിലെ വികാരി, ട്രസ്റ്റി, സെക്രട്ടറി അടക്കമുള്ള മുഴുവൻ പേർക്കും പരബ്രഹ്മ നാമത്തിൽ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു.